ജീവിതത്തിൽ രണ്ട് ആൽബങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. ഒന്ന് സന്തോഷത്തിൻ്റെ, രണ്ട് ദുഃഖത്തിൻ്റെ. സന്തോഷത്തിൻ്റെ ആൽബം കുഞ്ഞിൻ്റെ ബർത്ത്ഡേ, വീടിൻ്റെ ബ്ലെസ്സിങ്, അവാർഡ് കിട്ടും, സമ്മാനം കിട്ടും, ആ ഫോട്ടോ ഒട്ടിക്കുന്ന ആൽബം സന്തോഷത്തിൻ്റെ ആൽബം. ദുഃഖത്തിൻ്റെ ആൽബം മുത്തച്ഛൻ്റെ ശവദാഹം, വല്യമ്മയുടെ ശവകടങ്ങൾ, കയ്യും കാലും ഒഴിഞ്ഞ് കാഷ്വാലിറ്റി വരുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഫോട്ടോ, ദുഃഖത്തിൻ്റെ ആൽബം. പലരും ജീവിതത്തിൽ ദുഃഖത്തിൻ്റെ ആൽബം മാത്രം നോക്കി നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സന്തോഷത്തിൻ്റെ ആൽബം നോക്കണം. അതിനൊരു ഓണം, അതിനൊരു വിഷു, അതിനൊരു ദീപാവലി, അതൊരു നബിദിനം, ഒരു ക്രിസ്മസ്, ഈസ്റ്റർ, ഇതൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സന്തോഷിക്കാനുള്ള ദിവസമാണ്. മനുഷ്യൻ്റെ സ്വഭാവം എന്നും ദുഃഖിച്ചിരിക്കുക. കുറച്ച് നാൾ മുമ്പ് 50 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരി എന്നെ കാണാൻ വന്നു. പത്തിപ്പിടിക്കുന്ന മോനെ കൊണ്ട്. ഈ സ്ത്രീ ആണെങ്കിൽ കരിക്കട്ട പോലെ കറുത്തിരിക്കുന്ന സ്ത്രീ. ഇപ്പം ഈ സ്ത്രീ പറഞ്ഞാൽ എൻ്റെ മോന് മൊബൈലിനോട് ഭയങ്കര ആസക്തിയാണ്. അച്ഛനൊന്ന് പ്രാർത്ഥിച്ച് കൗൺസിലിംഗ് ഉണ്ട്, ഈ മൊബൈൽ അറ്റാച്ച്മെൻറ്റ് ഒന്ന് മാറ്റി തരണം. അരമണിക്കൂർ പ്രാർത്ഥിച്ചു, വർത്തമാനം പറഞ്ഞു. ഇവർ പോകുമ്പം ഞാൻ ചോദിച്ചു, സഹോദരി വേറെ വല്ലതും പറയാനുണ്ടോ? ഓ, എന്നാ പറയാനാച്ച, കറുപ്പ് മോശം നിറവാണ്. ഈ ആഫ്രിക്കക്കാർ കറുത്തല്ലേ? എൻ്റെ അച്ഛൻ അവിടെ കറുപ്പൊരു ഭാഗ്യം, എൻ്റെ കറുപ്പൊരു ശാപം. ഞാൻ ജനിച്ചു വീണ നാടുകളിൽ എൻ്റെ അമ്മ എന്നെ വിളിച്ചു പുള്ളിക്കാക്ക, പുള്ളിക്കാക്ക. സ്കൂളിൽ കുട്ടികൾ വിളിച്ചു കരിക്കാക്ക, കെട്ടിയോൻ വിളിച്ചു മുതുകാക്ക, ഈ മോൻ വിളിച്ചു അമ്മക്കാക്ക. വെളിയിലേക്ക് പഠിത്തു. ഇവിടെ അമ്മയെ കാക്കയെന്ന് വിളിച്ചാൽ പത്തി തോറ്റു പോകും. കണ്ണൂരിട്ട് മേലിട്ട് വിട്ടു. അമ്മ വെച്ചാൽ ഇനി മേൽ അമ്മ ഞാൻ കാക്കയെന്ന് വിളിക്കുക. ഇവർ പോയി. 5-6 മാസത്തേക്ക് വന്നില്ല. മധ്യവേനൽ അവധിയിൽ ഈ അമ്മ മോനെയും കൂട്ടി വന്നു. മുഖം പൂർവാധികം ഇടിപ്പിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്നാണ് വിശേഷം? ഓ, എന്നാ പറയാന്ന് വെച്ചാൽ ഒരു ഇടിവില്ല, ഒരു ഏതാണ്ട് പോലെ. ഞാൻ ചോദിച്ചു, കാക്ക പിന്നെയും പ്രസംഗം ഉണ്ടാക്കിയോ? കെട്ടിവൻ കാക്കയെന്ന് വിളിച്ചോ? ഇല്ല. നാട്ടുകാർ വിളിച്ചില്ല. ഈ മോൻ വിളിച്ചു. അച്ഛൻ അവനോട് ചോദിക്കും, ഞാൻ കിടാനീൻ്റെ അമ്മയെ കാക്കയെന്ന് വിളിച്ചു. അമ്മ വെച്ചാൽ വിളിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ അമ്മയുടെ സങ്കടം തന്നെ. അച്ഛൻ അമ്മയോട് തന്നെ ചോദിക്കും, ഇന്നത്തെ കെട്ടിയോ വിളിച്ച്, നാട്ടുകാരെ വിളിച്ച്, ഈ മോനും വിളിച്ചില്ല. പിന്നെ സങ്കടം. അമ്മ പറഞ്ഞു, എൻ്റെ അച്ഛോ പിന്നെ കാക്കയൊന്നും വിളിക്കില്ല. പിന്നെ എപ്പോഴല്ല ഇവിടെ അരിശം വരുമോ? അരിശം വരുമ്പോൾ ഇവരെന്നെ ഇങ്ങനെ കാണിക്കും. ഇതാണ് പ്രശ്നം. കാക്കയൊന്നും വിളിക്കുകയല്ല. ഇതാണ് ജീവിതം. എല്ലാം നന്നായിട്ട് കെട്ടിയവൻ ഇങ്ങനെ കാണിക്കും, ഭാര്യ ഇങ്ങനെ കാണിക്കും, മക്കൾ ഇങ്ങനെ കാണിക്കും. ഇത് കണ്ട് വാടാൻ പോയാൽ വിജയിക്കാൻ പറ്റുകയില്ല. ജീവിതത്തിൽ വാടാതെ വളരണം, അതിന് ആനന്ദിക്കണം, സന്തോഷിക്കണം. ഈ ആനന്ദം ഉണ്ടാകണമെങ്കിൽ ഓണത്തിൻ്റെ ചൈതന്യം പരിക്കകത്ത് വരണം. എന്താണ് ഓണം? ചവിട്ടി താഴ്ത്തിയ വാമനൻ്റെ ഓർമ്മയല്ല ഓണം. ചവിട്ടുകൊണ്ട മാവേലിയുടെ ഓർമ്മയാണ് ഓണം. ആരിലും താഴണം. ഭർത്താവ് വാമനെ പോലെ തുള്ളുമ്പം ഭാര്യ ഒന്നും വിടാതെ താന്നു കൊടുക്കണം. അവിടെ വീട്ടിൽ ഓണം ഉണ്ടാവും. ഭാര്യ പ്രാന്തിച്ച പോലെ തുള്ളുമ്പോൾ ഭർത്താവ് മിണ്ടാതെ മാറണം. അവിടെ ഓണം ഉണ്ടാവും. മക്കൾ വേദനിപ്പിക്കുമ്പോൾ ചിലപ്പോൾ മാതാപിതാക്കൾ മൗനം പാലിക്കണം. ആ വീട്ടിൽ ഒരു ഓണമുണ്ട്. ഓണമുണ്ടോ ആരെയും താന്നു കൊടുക്കണം. അങ്ങനെ ചില അമ്മമാർ താന്നപ്പെടാം, കുടുംബം ബലപ്പെട്ടത്. ചില അപ്പന്മാർ താന്നപ്പെടാം, കുടുംബം ബലപ്പെട്ടത്. ചില ഭാര്യമാർ കൊച്ചായപ്പെടാം, കുടുംബം ബലപ്പെട്ടത്. നമ്മൾ താന്നു കൊടുക്കാനുള്ള വിളിയാണ് ഓണം. ഒരു മഹാബലിയുടെ ഓർമ്മ സൂചിപ്പിച്ചല്ലോ MLA പ്രസംഗത്തിൽ. പഴയതിൻ്റെ ഓർമ്മകളാണ്. ഇന്ന് മനുഷ്യൻ്റെ വലിയ പ്രശ്നം മറവിയാണ്. മറവി വല്ലാതെ മനുഷ്യനെ ബാധിച്ച കാലം. ആ മറവിയിൽ ഒരു തിരിച്ചുപോക്കാണ് ഓണം. ഒരു തിരിച്ചുപോക്ക്, മറവിയിൽ നിന്നും ഒരു തിരിച്ചുപോക്ക്, പുറകോട്ടൊരു പോക്ക്. ഒരാൾ ഡോക്ടറെ സമീപിച്ച് വന്നു. ഡോക്ടർ, എനിക്ക് ശക്തമായ മറവി. ഡോക്ടർ ചോദിച്ചു, നിന്നെ മറവിക്കുന്ന ലക്ഷണങ്ങൾ? അവൻ പറഞ്ഞു, 12 ലക്ഷണങ്ങൾ. എന്തെല്ലാം? 1 മറവി, പിന്നെ ബാക്കി 11 ഞാൻ മറന്നുപോയി. ആണ് മറവിയുടെ 12 ലക്ഷണങ്ങൾ. ഇതെല്ലാം മറക്കാം. കുറച്ചാൾ മുമ്പ് മനോരമ ചാനലിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു.
അപ്പം ഞാൻ ഉണ്ടായിരുന്നു, ജഗദീഷ്, ശ്വേതാമനൻ, റിമി ടോമി, പഴയ സിനിമാ നിയമങ്ങൾ ചെയ്യുന്ന ശാരദ. കഴിഞ്ഞ കാലം എന്നതായിരുന്നു പ്രോഗ്രാം. അപ്പോൾ ആ പ്രോഗ്രാമിൽ ശാരദ പറഞ്ഞ ഒരു കാര്യം എൻ്റെ ഓർമ്മയിലുണ്ട്. ശാരദ പറഞ്ഞു, 965 മുട്ടത്തുവരിയുടെ നോവലായ ഇണപ്രാവൻ അഭിനയിക്കാൻ ശാരദ വന്നു. 3 ദേശീയ അവാർഡുകൾ ശാരദ കേരളത്തിൽ കൊണ്ടുവന്നു. 2 പടം കഴിഞ്ഞപ്പം ശാരദയ്ക്ക് ആഗ്രഹം ഒരു അംബാസഡർ കാർ മേടിക്കണം. അന്നതിന് 75,000 രൂപ. പണം തികയാതെ ശാരദ ദുഃഖിച്ചിരിക്കുമ്പോൾ അനശ്വര നടൻ സത്യൻ ശാരദയെ കാണുന്നു. എന്താ ശാരദ മുഖത്തൊരു ദുഃഖം. ശാരദ പറഞ്ഞു, ഒരു അംബാസഡർ കാർ മേടിക്കാൻ പൈസ തികയുന്നില്ല. സത്യം പറഞ്ഞു, എൻ്റെ പണമാണ് ഞാൻ തരാം, അഭിനയിച്ച് കിട്ടുമ്പോൾ തിരിച്ചു തന്നാൽ മതി. സത്യൻ മാഷ് കടം കൊടുത്ത കാശുകൊണ്ട് ശാരദ ആദ്യത്തെ അംബാസഡർ മേടിച്ചു. ഇന്ന് മദ്രാസിൽ ആളുകളോട് താമസിക്കുന്നു. 3.5 കോടി ലംബോർഗിനി കാറ് മദ്രാസിൽ വീട്ടുമുറ്റത്തുണ്ട്. ശാരദ പറഞ്ഞു, ആ കാറ് കാണുമ്പോഴും പണ്ട് സത്യം മാഷ് കടം തന്ന പൈസ കൊണ്ട് മേടിച്ച കാറിൻ്റെ വില, അംബാസഡറിൻ്റെ വില ഈ 3.5 കോടിയുടെ കാറിൻ്റെ അല്ല. ഒരിക്കലും വന്ന വഴികളെ മറക്കരുത്, വന്ന വഴികളെ മറക്കരുത്. അതാണ് മാവേലിയുടെ ഓർമ്മ. കള്ളമില്ല, ഒളിവചനമില്ല. നമുക്കറിയാം, ദേവയുഗം ഹൈന്ദവ ആചാര്യത്തെ ആക്ഷേപാരത്തിൻ്റെ ആചാര്യന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ദേവയുഗം, ദൈവയുഗം. അന്ന് പാലായിട്ട് കിട്ടി. ദ്വാപരയുഗത്തിൽ പാലും അല്പം വെള്ളം ചേർത്ത് കിട്ടി. ത്രേതായുഗത്തിൽ പാലും വെള്ളം ഒപ്പത്തെളുപ്പമായി. കലിയുഗത്തിൽ വെള്ളത്തിൽ പാലും ഒഴിച്ച് കിട്ടി. ആ ലോകത്തിൽ നമ്മൾ ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ ഒരു മഹാബലിയുടെ ഓർമ്മ, നന്മയുടെ വിശുദ്ധിയുടെ സ്മരണ ഉള്ളിൽ കയറാൻ പറ്റുമെന്ന്, അങ്ങനെ കാലം വീണ്ടെടുക്കാൻ പറ്റുമെന്ന്. ഇതാണ് ഊഞ്ഞാലാട്ടം. എന്താ ഊഞ്ഞാല്? ഊഞ്ഞാലെന്ന് പറയുന്നത് പുറകോട്ട് പോയാലേ മുമ്പോട്ട് കുതിക്കാൻ പറ്റും. അതാണ് ഊഞ്ഞാല്. പുറകോട്ട് പോയിട്ട് മുന്നോട്ട് കുതിക്കുക. ജീവിതം ഇങ്ങനെ ഒരു ഊഞ്ഞാലാട്ടമാണ്. പുറകോട്ട് പോയിട്ട് മുന്നോട്ട് കുതിക്കണം. അതിനാണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം മാവേലി കഥകൾ, പറഞ്ഞു കൊടുക്കണം ഓണത്തിൻ്റെ പഴമകൾ, പറഞ്ഞു കൊടുക്കണം ജീവിതത്തിൻ്റെ വഴികൾ. ഇപ്പോൾ ഒരു തിരിച്ചു പോക്കാണ് ഓണം. ഒരു വെളിയേറ്റമാണ് ഓണം. സന്തോഷം ജീവിക്കാനുള്ള ഒരു വിളിയാണ് ഓണം എന്ന് പറയുക. അപ്പം ഈ തിരുവോണ ദിവസത്തിൽ കുടുംബത്തിൽ ഒരു ഓണം കൊണ്ടുവരണം. നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് 4 ഘടകങ്ങളാണ്. ഒരു മനുഷ്യായുസിനെ സ്വാധീനിക്കുന്നത് 4 കാര്യങ്ങളാണ്. 1 ദൈവം, 2 അപ്പനമ്മ. ഇപ്പം ദൈവം നമ്മളെ അരൂപിയായി പ്രത്യക്ഷത്തിൽ. 1 മാതാപിതാക്കൾ, 2 അധ്യാപകർ, 3 കൂട്ടുകാർ, 4 പുസ്തകങ്ങൾ. ഇത് 4 മനുഷ്യ ജീവിതത്തെ വർണ്ണാഭമായി മാറ്റുന്ന 3 ഘടകങ്ങൾ. 1 മാതാപിതാക്കൾ. എന്താ മാതാപിതാക്കൾ? ദൈവവിശ്വാസമുള്ള അപ്പനും അമ്മയാണോ മക്കൾ ആ വിശ്വാസത്തിന് വളരും. നല്ല അപ്പനും അമ്മയാണോ മക്കളും ആ നന്മയുടെ വഴി വളരും.